ഗുഡ് ഈവനിങ്. സോ നമ്മൾ ലാസ്റ്റ് ഡേ എന്തായിരുന്നു, നമ്മൾ മോഡൽ വാലിഡേഷന്റെ തൊട്ട് മുമ്പുള്ള സ്റ്റെപ്പ്, അതായത് ഹൈപ്പർ പാരാമീറ്റർ വെച്ചിട്ടുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. ഹൈപ്പർ പാരാമീറ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തേക്കുന്നത്? ഹൈപ്പർ പാരാമീറ്റർ ട്യൂണിങ്ങിൽ ഏതൊക്കെ സ്റ്റെപ്സ് ആയിരുന്നു നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഹലോ ഹലോ, നിങ്ങൾ ആ പോർഷൻസ് എത്തിയിട്ടില്ലേ? സ്ക്രീൻഷോട്ട്സ് ഒന്നും ഗ്രൂപ്പിൽ കാണാറില്ല. നിങ്ങൾ ചെയ്ത് തീർക്കുന്ന പോർഷൻസ് മസ്റ്റായിട്ടും സ്ക്രീൻഷോട്ട് ഗ്രൂപ്പിൽ ഇടുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ ലാസ്റ്റ് ഡേ നിങ്ങൾക്ക് അതൊരു ബേർഡൻ ആയിട്ട് വരും. ബിക്കോസ് പ്രൊജക്റ്റ് ഒക്കെ വരുന്ന ടൈമിൽ നിങ്ങൾക്ക് അത് ഒത്തിരി ബേർഡൻ ആയിരിക്കും. എംഎല്ലിന്റെ പോർഷൻസ് ഇപ്പോഴേ കവർ ചെയ്തില്ലെങ്കിൽ ജാങ്കോ സ്റ്റാർട്ട് ചെയ്യുന്ന നേരത്ത് നിങ്ങൾക്ക് ടോട്ടലി ബേർഡൻ ആയിരിക്കും കേട്ടോ. സോ ചെയ്യുന്നത് ഒപ്പം ചെയ്തു പോയാൽ നമുക്ക് ഡൗട്ട്സ് അപ്പം തന്നെ ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, സോ അത് മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്ത് വെക്കുക. സോ നമ്മൾ മോഡൽ വാലിഡേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. മോഡൽ വാലിഡേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മെഷീൻ ലേണിംഗിന്റെ അല്ലെങ്കിൽ ഡാറ്റാ സയൻസ് വർക്ക് ഫ്ലോയിന്റെ ഒരു മെയിൻ കീ സ്റ്റെപ്പ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് നമ്മുടെ ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ട്രെയിൻഡ് മോഡലിന്റെ ഇവാലുവേഷൻ ആണ്, പെർഫോമൻസ് ഇവാലുവേഷൻ ആണ് അതിൽ വരുന്നത്. നമ്മൾ കാണാത്ത ഡാറ്റ അല്ലെങ്കിൽ ജനറലൈസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് ട്രെയിനിങ് സെറ്റിനെയൊക്കെ നമുക്കത് മെമ്മറൈസ് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ അതിനെയൊക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്, മോഡൽ വാലിഡേഷനിൽ വരുന്നത്. ഓവർ ഫിറ്റിംഗ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതൊരു ഓവർ ഫിറ്റിംഗ് പ്രിവെൻഷൻ, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. മോഡൽ പ്രോപ്പറായിട്ട് ട്രെയിനിങ് ഡാറ്റേനെ ട്രെയിൻ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ കൂടുതലായിട്ട് ട്രെയിനിങ് പഠിച്ചാലും അതൊരു ഇഷ്യൂ ആണ്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓവർ ഫിറ്റിംഗ് എന്ന് പറയുന്നത്. ട്രെയിനിങ്ങിൽ നല്ല പെർഫോമൻസ് തന്നിട്ട് എന്താണ് ടെസ്റ്റിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള പെർഫോമൻസ് കിട്ടാതെ വരിക, അല്ലെങ്കിൽ ട്രെയിനിങ് കൂടുതൽ, ഇപ്പൊ ട്രെയിനിങ്ങിൽ 0.96 ഒക്കെ കിട്ടിയിട്ട് ടെസ്റ്റിങ്ങിന്റെ കേസിൽ വരുമ്പോൾ വല്ലാതെ വാല്യൂ കുറയുന്നതിനെയൊക്കെ നമുക്കതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ മോഡൽസ് വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ബെസ്റ്റ് മോഡലിനെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ മോഡൽ വാലിഡേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഹൈപ്പർ പാരാമീറ്റേഴ്സ്, സോ ബെസ്റ്റ് ആയിട്ടുള്ള ഹൈപ്പർ പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ്, നമുക്ക് ഫൈൻ ട്യൂൺ ആയിട്ടുള്ള ഹൈപ്പർ പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ തന്നെ റിയൽ വേൾഡ് പെർഫോമൻസ്, അതായത് മോഡലിന്റെ ഡിപ്ലോയ്മെന്റിന് ശേഷമുള്ള പെർഫോമൻസ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മോഡൽ വാലിഡേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു മോഡലിനെ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുന്നത്, ആ മോഡല് ആ ഒരു ഡാറ്റയുടെ, നമ്മൾ ട്രെയിനിങ്ങിന് കൊടുത്ത ഡാറ്റയുടെ പാറ്റേൺസ് ലേൺ ചെയ്യുവാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ റിയൽ വേൾഡ് യൂസ് ഇല്ലാതെ എങ്ങനെയായിരിക്കും വരുന്നത്, ഒരു പുതിയൊരു ഡാറ്റ ആയിരിക്കും. നമ്മൾ ട്രെയിനിങ് കൊടുത്ത ഡാറ്റ തന്നെ വേണമെന്നില്ല വരുന്നത്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡാറ്റയൊക്കെ ആയിരിക്കും അവിടെ വരുന്നുണ്ടാവുക. സോ വാലിഡേഷൻ യൂസ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു മോഡലിന് നല്ല രീതിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മോഡൽ വാലിഡേഷൻ നമ്മൾ ചെയ്യുന്നത്. ഒരു പെർഫോമൻസ് ചെക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാൻ പറ്റും. ഓക്കെ, ടിപ്പിക്കലി നമ്മൾ കൊടുക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ ട്രെയിനിങ് സെറ്റ് എന്താണ് ഒരു സ്പ്ലിറ്റ് പോലെ നമ്മൾ കൊടുക്കും. 60-80% ലേണിങ്ങിന് അല്ലെങ്കിൽ ട്രെയിനിങ് മോഡൽ ട്രെയിനിങ്ങിന് 60-80% ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അതേപോലെ തന്നെ വാലിഡേഷൻ സെറ്റ്, അതായത് ടെസ്റ്റിംഗ് ഡാറ്റേനെ നമുക്ക് എങ്ങനെ കൊടുക്കാം, 10-20% ടെസ്റ്റിങ്ങിനും കൊടുക്കാം. ടെസ്റ്റ് സെറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നതാണ് എന്ത്, ഫൈനൽ ഇവാലുവേഷൻ, മോഡലിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മൾ കൊടുക്കുന്നത്. സോ ഈ 3 സ്പ്ലിറ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, വാലിഡേഷൻ വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും. അതായത് ഹോൾഡ് ഔട്ട് വാലിഡേഷൻ എന്ന് പറയും മോഡൽ വാലിഡേഷൻ. അതായത് ഒരു മോഡലിനെ വാലിഡേഷൻ ചെയ്യുന്ന ടെക്നിക്സ് ഒക്കെയാണ് ഈ പറയുന്നത്. ഹോൾഡ് ഔട്ട് വാലിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഡാറ്റേനെ സ്പ്ലിറ്റ് ചെയ്യുക, ട്രെയിനിങ് ടെസ്റ്റിംഗ് ആയിട്ട് 80-20% സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം സിമ്പിൾ ആൻഡ് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഓരോ ഡാറ്റേനെ നമ്മൾ ചെയ്തതുപോലെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ചെറിയ ഡാറ്റ സെറ്റിനൊക്കെ റിലയബിൾ ആയിരിക്കും, അല്ലാതെയും വരാം. ഓക്കെ, സോ സെക്കൻഡ് മെത്തേഡാണ് ഇത്, കെ ഫോൾഡ് ക്രോസ് വാലിഡേഷൻ എന്ന് പറയുന്ന മെത്തേഡ്. അതായത് എന്ത് ചെയ്യും, കെ ഈക്വൽ പാർട്സ് ആയിട്ട്, കെ ഫോൾഡ്സ് അല്ലെങ്കിൽ ആ ഒരു 5 നമ്മൾ കെ വാല്യൂ ആയിട്ട് കൊടുക്കുന്നുണ്ട്, 5 ഈക്വൽ പാർട്സ് ആയിട്ട് അങ്ങ് സ്പ്ലിറ്റ് ചെയ്യും നമ്മൾ ഡാറ്റേനെ. എന്നിട്ട് ട്രെയിൻ ചെയ്യും മോഡലിനെ. 5 നമ്മൾ കൊടുത്ത വാല്യൂ എന്ന് വെച്ചാൽ അത്രയും തവണ മോഡലിനെ ട്രെയിൻ ചെയ്ത് ഓരോ തവണയും ഡിഫറെൻറ്റ് ഫോൾസ് ആയിരിക്കും നമ്മൾ എന്ത് കൊടുക്കുന്നത്, ടെസ്റ്റ് സെറ്റിൽ കൊടുക്കുന്നത്. സോ ആവറേജ് പെർഫോമൻസ് എന്ന് പറയുന്നത് എല്ലാ ട്രയൽസിലും നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ദെൻ അതിൽ ഏറ്റവും നല്ല ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനും പറ്റും. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കെ ഫോൾഡ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ വേറെയും മെത്തേഡ്സ് ഉണ്ട്.
സോ ഫസ്റ്റ് നമുക്ക് കെ ഫോൾഡ് വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. അതേപോലെ സ്ട്രാറ്റിഫൈഡ് കെ ഫോൾഡ് ഉണ്ട്, അതിൻ്റെ തന്നെ ഇച്ചിരി കൂടി അഡ്വാൻസ് ആണ്. ഫസ്റ്റ് കെ ഫോൾഡ് പറഞ്ഞതിന് ശേഷം സ്ട്രാറ്റിഫൈഡ് നോക്കാം കേട്ടോ. സോ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്ലോഡ് അല്ല, ഫയൽ. ഒന്ന് ലോഡ് ആവട്ടെ. ഓക്കെ, ഫയൽ നെയിം ചേഞ്ച് ചെയ്ത് കൊടുക്കുവാണ്. തൽക്കാലം കെ ഫോൾഡ് ആൻഡ് സ്ട്രാറ്റിഫൈഡ് കെ ഫോൾഡ് എന്നാണ് കൊടുക്കുന്നുണ്ട്. എഫും വേണമെങ്കിൽ ഇപ്പോൾ കേസ് കൊടുക്കുന്നത് കുഴപ്പമില്ല കേട്ടോ. സ്ട്രാറ്റിഫൈഡ് കെ ഫോൾഡ് കൂടി. ഓക്കെ, ദെൻ റീനെയിം കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ കെ ഫോൾഡ് ക്ലാസിഫയറിന് കൊടുക്കാം, അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. കെ ഫോൾഡ് ക്ലാസിഫയർ. ഓക്കെ, കെ ഫോൾഡും സ്ട്രാറ്റിഫയറും ഇവിടെ കൊടുക്കാം. ഓക്കെ, സോ ഇത്രയും ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ആ ഒരു ഹെഡിങ് മാത്രമേ നമ്മൾ ആഡ് ഓൺ ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ആഡ് ചെയ്യാം. കെ ഫോൾഡ് ക്രോസ് വാലിഡേഷൻ, ഒരു ഡാറ്റ സെറ്റിലേക്ക് കെ ഫോൾഡ് ക്രോസ് വാലിഡേഷൻ ആണ് ഫസ്റ്റ് ചെയ്യുന്നത്. കെ ഫോൾഡ് ക്രോസ് വാലിഡേഷൻ ഓൺ കൊടുക്കുക, ഡാറ്റ സെറ്റ് കൊടുക്കുന്നുണ്ട്. ഒന്ന് റൺ ചെയ്തിടുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് നോർമലി നമ്മൾ ഡാറ്റ സെറ്റിന് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ലോഡ് ഡിജിറ്റ്സ് വെച്ചിട്ട്, അതായത് ബൈ ഡിഫോൾട്ടുള്ള ഡിജിറ്റ്സ് വെച്ചിട്ട്, അതായത് SQL ബൈ ഡിഫോൾട്ടുള്ള ഡാറ്റ സെറ്റ്സിലെ ഡിജിറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു ഡാറ്റ സെറ്റ് ആണ് എടുക്കാൻ പോകുന്നത് കേട്ടോ. സോ അതാണ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യാം, പാണ്ടാസിനെ ഇമ്പോർട്ട് ചെയ്യാനുണ്ട്. ഇമ്പോർട്ട് പാണ്ടാസ് ആസ് PD കൊടുക്കുക. അതേപോലെ ഇമ്പോർട്ട് sklearn dot model selection കൊടുക്കുക. ഇമ്പോർട്ട് ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് കൊടുക്കുക. അതേപോലെ എന്താണ്, ക്രോസ് വാലിഡേഷൻ സ്കോർ ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. സോ ക്രോസ് വാൽ അണ്ടർസ്കോർ സ്കോർ കൊടുക്കുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ ഇമ്പോർട്ട്, ഇവിടെ ഫ്രം ആണ്, ഇമ്പോർട്ട് അല്ല, ഫ്രം ഇവിടെയും SQLearn നടക്കുന്നത്. സോ ഫ്രം SQLearn ഡോട്ട് മോഡൽ സെലക്ഷൻ, അത് കറക്റ്റ് ആണ്. ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. ക്രോസ് വാലിഡേഷൻ സ്കോറും കൊടുത്തിട്ടുണ്ട്. ഇത് ഡാറ്റ സെറ്റ്സിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഇമ്പോർട്ട് ചെയ്തെടുക്കുന്നത്. ഇമ്പോർട്ട് ലോഡ് അണ്ടർസ്കോർ ഡിജിറ്റ്സ് കൊടുക്കുന്നുണ്ട്. അതേപോലെ നമുക്ക് റാൻഡം ഫോറസ്റ്റ് ക്ലാസിഫയർ, നമ്മൾ ക്ലാസിഫയറിൽ പഠിച്ച അൽഗോരിതംസ് ഉണ്ടല്ലോ, അതിൽ 2-3 ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. റാൻഡം ഫോറസ്റ്റ്, ഡിസിഷൻ ട്രീ, കെ നൈബേഴ്സ്. ഓക്കെ, സോ ഫ്രം SQLearn ഡോട്ട് കൊടുക്കുക, റാൻഡം ഫോറസ്റ്റ് എൻസംബിളിൽ നിന്നാണ്. സോ എൻസംബിൾ ഇമ്പോർട്ട് റാൻഡം ഫോറസ്റ്റ് ക്ലാസിഫയർ കൊടുക്കുക. റാൻഡം ഫോറസ്റ്റ് ക്ലാസിഫയർ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നെക്സ്റ്റ് എന്ത് ചെയ്യണം, നമുക്ക് ഡിസിഷൻ ട്രീ ഒന്ന് ഇമ്പോർട്ട് ചെയ്യാം. സോ ഫ്രം കൊടുക്കുക, SQLearn ഡോട്ട് ട്രീയിൽ ഇമ്പോർട്ട് കൊടുക്കുക, ഡിസിഷൻ ട്രീ ക്ലാസിഫയർ കൊടുക്കുക. ദെൻ നെക്സ്റ്റ് നമുക്ക് കെ നൈബേഴ്സ് ക്ലാസിഫയറും കൂടി യൂസ് ചെയ്യാം. സോ ഫ്രം SQLearn ഡോട്ട് നൈബേഴ്സ്
ഇമ്പോർട്ട് കൊടുക്കുക കെ നൈബേഴ്സ് ക്ലാസിഫൈഡ് കൊടുക്കുന്നുണ്ട്. സോ നമ്മൾ ഇമ്പോർട്ട്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് റൺ ചെയ്തിടാം. അതൊന്നും ഉണ്ടാവാൻ ചാൻസസ് ഇല്ല. ഓക്കെ, ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡിജിറ്റ്സ് എന്ന് പറയുന്ന ഒരു ഡാറ്റ ഫ്രെയിം എന്ത് ചെയ്യാം, ലോഡ് ചെയ്യിക്കാം. ലോഡ് അണ്ടർസ്കോർ ഡിജിറ്റ്സ് കൊടുക്കുന്നുണ്ട്, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കുക, നെയിമർ ഗ്രേ മിസ്സിംഗ് ആണ്, ഡാറ്റ സെറ്റ്സ്. ഓക്കെ, റൺ ചെയ്ത് നോക്കാം. ഡിജിറ്റ്സ് നമ്മൾ ലോഡ് ചെയ്യുന്നുണ്ട്. ദെൻ റൺ ചെയ്ത് നോക്കാം. ലോഡായിട്ടുണ്ട്. നമുക്ക് ഡാറ്റ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഡിജിറ്റ്സ് ഡോട്ട് കൊടുക്കുക, ഡാറ്റ കൊടുത്ത് നോക്കാം. സോ നമുക്ക് ഓക്കെ ടി വന്നില്ലേ, റൺ ചെയ്ത് നോക്കാം. സോ നമ്മുടെ ആ ഒരു വാല്യൂസ് വരുന്നുണ്ട്, ന്യൂമെറിക്കൽ വാല്യൂസ് ആണ്, നമ്പേഴ്സിന്റെ ഒരു ഡാറ്റ സെറ്റ് ആണത്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ടാർജറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഡിജിറ്റ്സ് ഡോട്ട് കൊടുക്കുന്നുണ്ട്, ടാർജറ്റ് കൊടുക്കുന്നുണ്ട്. ദെൻ റൺ ചെയ്ത് നോക്കാം. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, ടി വന്നിട്ടില്ല. ഓക്കെ, റൺ ചെയ്ത് നോക്കുക. സോ നമ്മുടെ ടാർജറ്റ് വാല്യൂസ് നമുക്കിവിടെ വരുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ ഡാറ്റയും എടുത്തിട്ടുണ്ട്, അതിന്റെ ടാർജറ്റ് വാല്യൂയും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, മോഡൽ ക്രിയേറ്റ് ചെയ്യണം. കെ ഫോൾഡ് ഇല്ലാതെ ഫസ്റ്റ് ചെയ്യണം, എന്നിട്ട് കെ ഫോൾഡ് ഉള്ളതും ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് ഒരെണ്ണം ക്രിയേറ്റിംഗ് creating models without കൊടുക്കുന്നുണ്ട്, കെ ഫോൾഡ് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്തിടാം. ഓക്കെ, ഇനി നമുക്ക് മോഡലിനെ ക്രിയേറ്റ് ചെയ്യാം. സോ മോഡലിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് എന്താണ്, ഫീച്ചേഴ്സ് ആണ് കൊടുക്കേണ്ടത്. സോ ഡിജിറ്റ്സ് ഡോട്ട് ഡാറ്റ ഫീച്ചേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ വൈ എന്ന് പറയുന്നത് എന്താണ്, ഡിജിറ്റ്സ് ഡോട്ട് ടാർജറ്റ് ആണ് വരിക. സോ ടാർജറ്റ് കൊടുക്കുന്നുണ്ട്. സോ എക്സും വൈയും കൊടുത്തു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്താണ്, വൈ എക്സ് ട്രെയിൻ എക്സ് ടെസ്റ്റ്, വൈ ട്രെയിൻ വൈ ടെസ്റ്റ് ആണ്. സോ അത് കൊടുക്കുക. എക്സ് ട്രെയിൻ കോമ എക്സ് ടെസ്റ്റ് കോമ വൈ ട്രെയിൻ കോമ വൈ ടെസ്റ്റ് ഈക്വൽസ് ഇത് കൊടുക്കുക, ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എക്സ് കോമ വൈ കോമ ടെസ്റ്റ് അണ്ടർസ്കോർ സൈസ് കൊടുക്കുന്നുണ്ട്, സൈസ് ഈക്വൽ 0.2 കൊടുക്കുന്നുണ്ട്, കോമ എന്ത് കൊടുക്കണം, നെക്സ്റ്റ് റാൻഡം സ്റ്റേറ്റും കൂടി സ്പെസിഫൈ ചെയ്ത് കൊടുത്താൽ ഇത് ഓക്കെ ആവും. റാൻഡം സ്റ്റേറ്റ് ഈക്വൽസ് ഒരു നമ്പർ കൊടുക്കുക, ഞാൻ 1 2 3 കൊടുക്കുന്നുണ്ട്. ഇതിനത് റൺ ചെയ്തു. നമുക്ക് എക്സ് ട്രെയിൻ എക്സ് ടെസ്റ്റ് വൈ ട്രെയിൻ വൈ ടെസ്റ്റ് ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റിൻ്റെ ഉള്ളിൽ എക്സ് കൊടുത്തിട്ടുണ്ട്, വൈ കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മുടെ ടെസ്റ്റ് സൈസ് എന്താണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ദെൻ റാൻഡം സ്റ്റേറ്റും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ റാൻഡം ഫോറസ്റ്റ് ക്ലാസിഫയർ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായി, അതേപോലെ ഡിസിഷൻ ട്രീ ക്ലാസിഫയർ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായി, കെ നൈബേഴ്സ്, ഇതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഓരോ മോഡൽസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് തന്നെ റാൻഡം ഫോറസ്റ്റ് ആണ്. സോ ആർ എഫ് എന്നാണ് ഞാൻ ഒരു മോഡലിന്റെ നെയിം കൊടുക്കുന്നത് കേട്ടോ. ആർ എഫ് എന്ത് കൊടുക്കുന്നുണ്ട്, റാൻഡം ഫോറസ്റ്റ് ക്ലാസിഫയർ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, റാൻഡം ഫോറസ്റ്റ് ക്ലാസിഫയർ ആണ്. സോ നമുക്ക് റാൻഡം സ്റ്റേറ്റ് കൊടുക്കാം, റാൻഡം അണ്ടർസ്കോർ സ്റ്റേറ്റ് ഈക്വൽസ് ഉള്ള നമ്പർ കൊടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ 12 കൊടുക്കുന്നുണ്ട്. എന്നത് കഴിഞ്ഞതിന് ശേഷം മോഡലിൻ്റെ നെയിം ഡോട്ട് ഫിറ്റ് കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എക്സ് ട്രെയിൻ കോമ വൈ ട്രെയിൻ. സോ എക്സ് ട്രെയിൻ കോമ വൈ ട്രെയിൻ കൊടുക്കുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം, നമുക്ക് സ്കോർ ചെക്ക് ചെയ്ത് നോക്കണം അല്ലേ. സോ ആർ എഫ് അണ്ടർസ്കോർ സ്കോർ ഈക്വൽസ് എന്ത് ചെയ്ത് കൊടുക്കണം, ആർ എഫ് ഡോട്ട് സ്കോർ ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുന്നുണ്ട്, നമ്മളൊരു വേരിയബിളിലേക്ക് ആക്കി വെക്കുവാണ് കേട്ടോ. സോ എക്സ് ടെസ്റ്റ് കോമ
വൈ ടെസ്റ്റ് കൊടുക്കുന്നുണ്ട്. സോ RF സ്കോർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ടെസ്റ്റിന്റെ സ്കോർ നമ്മളിവിടെ കീപ്പ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം നമുക്ക് എന്ത് ചെയ്യണം, പ്രിന്റും ചെയ്യണം. അതായത് ട്രെയിനിങ് സ്കോർ ഇത്രയാണ്, ട്രെയിൻ സ്കോർ കോളൻ ഒരു സ്പേസ് ഇട്ടിട്ട് കോമ ഇടുക. ദെൻ നെക്സ്റ്റ് എന്താണ് നമ്മുടെ ഒബ്ജക്റ്റിന്റെ നെയിം ഡോട്ട് സ്കോർ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിന്റെ ഉള്ളിൽ ഇതാണ് എക്സ്ട്രെയിൻ കോമ വൈ ട്രെയിൻ കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കണം, നമ്മൾ ട്രെയിൻ സ്കോർ ചെക്ക് ചെയ്ത് നോക്കി. ആസ് ദ സെയിം വേ നമുക്ക് എന്ത് ചെയ്യണം, ടെസ്റ്റ് സ്കോറും ചെക്ക് ചെയ്ത് നോക്കണം. പിന്നെ ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കാം, ടെസ്റ്റ് സ്കോർ കൊടുക്കുക. ഒരു സ്പേസ് വേണമെങ്കിൽ ഇടാം, അലൈൻമെന്റ് വൃത്തിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു സ്പേസ് ഇടാം. കോമ RF ഡോട്ട് സ്കോർ കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, എക്സ് ടെസ്റ്റ് കോമ വൈ ടെസ്റ്റ്. അതേപോലെ നമുക്ക് ഡിസിഷൻ ട്രീക്ക് ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യണം. സോ DT എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈക്വൽസ് കൊടുക്കുന്നുണ്ട് ഡിസിഷൻ ട്രീ ക്ലാസിഫയർ ഫംഗ്ഷൻ ബ്രാക്കറ്റ് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക, DT ഡോട്ട് ഫിറ്റ് കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എക്സ് ട്രെയിൻ കോമ വൈ ട്രെയിൻ കൊടുക്കുക, വൈ ട്രെയിൻ കൊടുക്കുക. സോ ഫിറ്റിങ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണ്, സ്കോർ എടുക്കുക എന്നുള്ളതാണ്. സോ DT അണ്ടർസ്കോർ സ്കോർ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് ചെക്ക് ചെയ്ത് നോക്കാം, സോറി വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുമായിരുന്നല്ലോ അല്ലേ. ഈക്വൽസ് എന്ത് ചെയ്യാം, DT ഡോട്ട് സ്കോർ കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എക്സ് ടെസ്റ്റ് കോമ വൈ ടെസ്റ്റ് കൊടുക്കുന്നുണ്ട്. സോ അത് കൊടുത്തു കഴിഞ്ഞു. നെക്സ്റ്റ് എന്ത് ചെയ്യണം, പ്രിന്റിങ് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഇവിടെ നമ്മൾ പ്രിന്റിങ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ആഡ് ചെയ്യണം, ഏത് മോഡലാണെന്നും കൂടി സ്പെസിഫൈ ചെയ്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. ഓക്കെ, സോ ഏത് മോഡലാണെന്നും കൂടി ചെക്ക് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഒന്നില്ലെങ്കിൽ പ്രിന്റ് ആയിട്ട് തന്നെ ആഡ് ചെയ്യാം. നമുക്ക് പ്രിന്റ് ആയിട്ട് തന്നെ ജസ്റ്റ് ആഡ് ചെയ്യാം, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സോ അത് ആഡ് ചെയ്യുന്നുണ്ട്. random forest classifier കൊടുക്കുന്നുണ്ട്. ഡിസിഷൻ ട്രീ എക്സ്ട്രീം ടെസ്റ്റും വൈ ടെസ്റ്റും കൊടുത്തിട്ടുണ്ട്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ട്രെയിൻ സ്കോറും ടെസ്റ്റ് സ്കോറും ചെക്ക് ചെയ്ത് നോക്കാം. പേസ്റ്റ് കൊടുക്കുന്നുണ്ട്. RF മാറ്റിയിട്ട് എന്താക്കുക, DT ആക്കാം. ഇവിടെയും DT ആക്കാം. ഓക്കെ, സോ ആ ഒരു കേസ് സോൾവ് ചെയ്തിട്ടുണ്ട്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് എന്ത് കൊടുക്കുക, KNN ഒരു ഒബ്ജക്റ്റ് വേണം. സോ KNN എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. K നൈബേഴ്സ് കൊടുക്കുന്നുണ്ട്. ക്ലാസിഫയർ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, n_neighbors ഈക്വൽസ് 10 കൊടുക്കുന്നുണ്ട്. ദെൻ KNN ഡോട്ട് ഫിറ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുന്നുണ്ട്, എക്സ്ട്രീം കോമ വൈ ട്രെയിൻ. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, KNN അണ്ടർസ്കോർ സ്കോർ കൊടുക്കുന്നുണ്ട്. ഈക്വൽസ് കൊടുക്കുക KNN ഡോട്ട് സ്കോർ കൊടുക്കുന്നുണ്ട്. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എക്സ് ടെസ്റ്റ് കോമ വൈ ടെസ്റ്റ് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കത് പ്രിന്റ് ചെയ്യിപ്പിക്കണ്ടേ, അതും കൂടി കൊടുക്കാം. RFന് പകരം ഇത് കൊടുക്കാം, KNN ആക്കി കൊടുക്കാം. ഇവിടെയും KNN ആക്കാം കേട്ടോ. നമ്മളെല്ലാ മോഡൽസിൻ്റെയും ഓക്കെ, ഇവിടെ മോഡലിൻ്റെ നെയിം ആഡ് ചെയ്തിട്ടില്ല അല്ലേ. ഓക്കെ, പ്രിന്റ് ആഡ് ചെയ്യുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക,
ഡിസിഷൻ ട്രീ ക്ലാസിഫയർ കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇവിടെയും എന്ത് കൊടുക്കാം, ഉണ്ട്. ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ആ സെല്ല് കംപ്ലീറ്റ്ലി റൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു സ്റ്റെപ്പും കൂടെ ഇവിടെ ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇവിടെയും സ്ലാഷ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നെക്സ്റ്റ് ലൈൻ ആയിട്ട് വരും. സോ റാൻഡം ഫോറസ്റ്റ് ക്ലാസിഫയറിന്റെ എല്ലാത്തിൻ്റെയും ഡിസിഷൻ ട്രീൻ്റെയും റാൻഡം ഫോറസ്റ്റിൻ്റെയും ട്രെയിനിങ് സ്കോർ 1 വന്നിട്ടുണ്ട്. ടെസ്റ്റ് സ്കോർ എന്ന് പറഞ്ഞത് 0.97 ആണ്. അതേപോലെ 0.82 ആണ്. കെയ്നന്റെ 0.98ഉം 98ഉം ഓൾമോസ്റ്റ് സിമിലർ ട്രെയിനിങ് സ്കോറും ടെസ്റ്റിംഗ് സ്കോറും വന്നിട്ടുണ്ട്. സോ ഒരു ബെറ്റർ മോഡൽ ഇതിൽ പറയുവാണെങ്കിൽ കെയ്നൻ ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ അല്ലേ. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് കെ ഫോൾഡിൽ മോഡൽസിനെ കെ ഫോൾഡ് വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുന്നുണ്ട്, കമന്റ് ആഡ് ചെയ്യാം അല്ലേ. ഇവിടെ മോഡൽസ് വിത്ത് കെ ഫോൾഡ് കൊടുക്കുന്നുണ്ട്. കെ ഫോൾഡ് അണ്ടർസ്കോർ RF അണ്ടർസ്കോർ സ്കോർ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈക്വൽസ് ക്രോസ് അണ്ടർസ്കോർ വാൽ അണ്ടർസ്കോർ സ്കോർ. നമ്മുടെ ആ ഒരു പുതിയ നമ്മളിപ്പോൾ റീസെൻ്റ്ലി ഇമ്പോർട്ട് ചെയ്തായിരുന്ന ട്രെയിൻ ടെസ്റ്റ് സ്കോറിൻ്റെ ഒപ്പം ഇമ്പോർട്ട് ചെയ്തായിരുന്ന നമ്മൾ കൊടുക്കുന്നത്. നെക്സ്റ്റ് എന്താണ്, റാൻഡം ഫോറസ്റ്റ് കൊടുക്കാം. സോ റാൻഡം ഫോറസ്റ്റ് എന്ന് കൊടുക്കുക, ക്ലാസിഫയർ കൊടുക്കാം. ദെൻ അതിനുശേഷം ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ റാൻഡം സ്റ്റേറ്റ് നമ്മൾ കൊടുത്തതില്ലേ, അതാണ് ഇവിടെ കൊടുക്കാൻ പോകുന്നത്. റാൻഡം സ്റ്റേറ്റ് ഈക്വൽസ് 1 2 കൊടുക്കുന്നുണ്ട്. ദെൻ അതിൻ്റെ ബ്രാക്കറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു കോമ കൊടുക്കുന്നുണ്ട്. എക്സ് കൊടുക്കാം. എക്സ് ഈക്വൽസ് എന്താണ്, ഡിജിറ്റ്സ് ഡോട്ട് ഡാറ്റയാണ് നമ്മുടെ എക്സ് വരിക. അതേപോലെ വൈ ഈക്വൽസ് എന്ത് കൊടുക്കാം, ഡിജിറ്റ്സ് ഡോട്ട് ടാർജറ്റ് ആയിരിക്കും വൈ വരുന്നത്. സോ ഡിജിറ്റ്സ് ഡോട്ട് ടാർജറ്റ് കൊടുക്കുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം എന്ത് കൊടുക്കുക, CV, അതായത് ക്രോസ് വാലിഡേഷൻ എത്ര ഫോൾഡ് വേണം എന്നുള്ളതാണ് ഈ CV പറയുന്നത്. സോ 3 കൊടുക്കുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ലൈനിൽ ഒരു ഗ്യാപ്പ് ഇടുന്നുണ്ട്. സെയിം വേ നമുക്ക് എന്താണ്, ഡിസിഷൻ ട്രീൻ്റെ കെ ഫോൾഡ് കൊടുക്കണം. കെ ഫോൾഡ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് കെ ഫോൾഡ് DT അണ്ടർസ്കോർ സ്കോർ കൊടുക്കുന്നുണ്ട്. ഈക്വൽസ് എന്ത് കൊടുക്കാം, ക്രോസ് വാൽ അണ്ടർസ്കോർ സ്കോർ കൊടുക്കാം. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഡിസിഷൻ ട്രീ എന്താണ്, ക്ലാസിഫയർ ആണ്. സോ ഡിസിഷൻ ട്രീ ക്ലാസിഫയർ കൊടുക്കാം. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കോമ എക്സ് ഈക്വൽസ് എന്ത് കൊടുക്കുക, ഡിജിറ്റ്സ് ഡോട്ട് ഡാറ്റ കൊടുക്കുക. കോമ വൈ ഈക്വൽസ് ഡിജിറ്റ്സ് ഡോട്ട് എന്ത് കൊടുക്കുന്നുണ്ട്, ടാർജറ്റ് കൊടുക്കുന്നുണ്ട്. ദെൻ അതേപോലെ കോമ CV ഈക്വൽസ് 3 കൊടുക്കുന്നുണ്ട്. ഓക്കെ. സോ ദെൻ നെക്സ്റ്റ് ലൈനിൽ നമുക്ക് അടുത്ത, അതായത് KNNൻ്റെയും കൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ കെ ഫോൾഡ് അണ്ടർസ്കോർ എന്ത് കൊടുക്കുന്നുണ്ട്, KNN അണ്ടർസ്കോർ സ്കോർ കൊടുക്കുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ് എന്ത് ചെയ്യാം, ക്രോസ് അണ്ടർസ്കോർ വാൽ അണ്ടർസ്കോർ കൊടുക്കാം, സ്കോർ കൊടുക്കുന്നുണ്ട്. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് എന്ത് കൊടുക്കാം, നമ്മുടെ അൽഗോരിതത്തിൻ്റെ നെയിം കൊടുക്കുക. കെ നൈബേഴ്സ് ക്ലാസിഫയർ, കെ നൈബേഴ്സ് ക്ലാസിഫയർ. ഫംഗ്ഷൻ ബ്രാക്കറ്റിനുള്ളിൽ നൈബേഴ്സ് ഈക്വൽസ് 10 കൊടുക്കുന്നുണ്ട്. KNNൽ N നമ്മൾ കൊടുക്കൂലേ, അതേപോലെ ഇവിടെ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, N 10 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കോമ നേരത്തെ ചെയ്ത പോലെ തന്നെ എക്സ് ഈക്വൽസ് കൊടുക്കുക, ഡിജിറ്റ്സ് ഡോട്ട് ഡാറ്റ കൊടുക്കുക. കോമ വൈ ഈക്വൽസ് ഡിജിറ്റ്സ് ഡോട്ട്
സ്റ്റാർ സെറ്റ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കോമ CV=3 കൊടുക്കുന്നുണ്ട്. CV= വേറെ വാല്യൂ കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. കറന്റ് 3 ആണ് കൊടുക്കുന്നത്. ഈ ഒരു സെല്ലൊന്ന് റൺ ചെയ്ത് നോക്കാം എന്തെങ്കിലും മാറ്റർ ഉണ്ടോ, മിസ്റ്റേക്സ് ഉണ്ടോ. ഓക്കെ, എക്സിൻ്റെ അവിടെ എന്തായിരുന്നു അത്, മിസ്സിംഗ് ദ റിക്വയർഡ് ആർഗ്യുമെന്റ് എക്സ്. ഓക്കെ, എക്സ് അപ്പർ കേസ് കൊടുക്കണമായിരുന്നു, നമ്മൾ ലോവർ കേസ് ആയിരുന്നു കൊടുക്കുക. അത് അപ്പർ കേസ് ആക്കി കൊടുക്കുക. ഇവിടെയും അപ്പർ കേസ് എക്സ് കൊടുക്കുക. ഇവിടെയും അപ്പർ കേസ് ആക്കി കൊടുക്കുക. ദെൻ ഒന്നുകൂടെ ഒന്ന് റൺ ചെയ്ത് നോക്കുക. ഓക്കെ, അത് റൺ ആയിട്ടുണ്ട്. സോ അതിൽ അഡ്രസ് ഒന്നുമില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ മീൻ സ്കോർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യാം, kfold_RF_score equals kfold_RF_score ഡോട്ട് ആ ഒരു വാല്യൂ, കറന്റ് അവൈലബിൾ ഉള്ള വാല്യൂ, അതിന്റെ എന്താണ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നത്, മീൻ വാല്യൂ ആണ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ബാക്കി വേരിയബിളിന് kfold_dt_score ഈക്വൽസ് ഇത് കൊടുക്കുന്നുണ്ട്, kfold_dt_score കൊടുക്കുന്നുണ്ട് ഡോട്ട് മീൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ് കൊടുക്കാം. നെക്സ്റ്റ് ലൈനിൽ knn കൂടെ കൊടുക്കാം. kfold_knn_score ഈക്വൽസ് കൊടുക്കുന്നുണ്ട് kfold_knn_score കൊടുക്കുന്നുണ്ട്, സ്കോർ കൊടുക്കുന്നുണ്ട്. മീൻ തന്നെയാണ് നമ്മൾ ഇവിടെയും ചെക്ക് ചെയ്യുന്നത്. മീൻ കൊടുക്കുന്നുണ്ട്, ദെൻ റൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഒരു ഡാറ്റ ഫ്രെയിം അങ്ങ് ക്രിയേറ്റ് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് pd.data ഫ്രെയിം കൊടുക്കുന്നുണ്ട്. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിന്റെ ഉള്ളിലായിട്ട് ഇത് കൊടുക്കുക, കർലി ബ്രാക്കറ്റ്സിന്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ മോഡൽ കൊടുക്കുന്നുണ്ട്, കോളൻ സ്ക്വയർ ബ്രാക്കറ്റ്സിന്റെ ഉള്ളിൽ ആൽഗോരിതംസിന്റെ നെയിം 1 by 1 ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. റാൻഡം, ജസ്റ്റ് നമുക്ക് ആ ഒരു കോളം നെയിം ആയിട്ട് വരാൻ വേണ്ടിയിട്ട് റാൻഡം ഫോറസ്റ്റ് കൊടുക്കുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞ ശേഷം കോമ സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കുക, നെക്സ്റ്റ് വൺ ഇതായിരുന്നു, ഡിസിഷൻ ട്രീ ആയിരുന്നു അല്ലേ. സോ ഡിസിഷൻ ട്രീ കൊടുക്കുക. ദെൻ നെക്സ്റ്റ് വൺ knn ആയിരുന്നു. സോ knn തന്നെ കൊടുക്കാതെ knn കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ആ ഒരു 3 വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. കോമ നെക്സ്റ്റ് അതിന്റെ സ്കോറും കൂടി വേണ്ട നമുക്ക്. സോ സ്കോർസ് വിത്തൗട്ട് എന്താണ് kfold ഇല്ലാത്ത വാല്യൂസ് നമുക്ക് വേണ്ടേ. സോ അത് ലിസ്റ്റ് ഓഫ് വാല്യൂസ് ആയിട്ട് കൊടുക്കണം. സോ കൊടുക്കാം. എന്താണ് നമ്മൾ കൊടുത്തത്, RF സ്കോർ അങ്ങനെയല്ല നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുത്തായിരുന്നത് തൊട്ട് മുമ്പത്തെ ഇവിടെ knn സ്കോർ, DT സ്കോർ, RF സ്കോർ എന്ന് പറഞ്ഞിട്ടായിരുന്നു കൊടുത്തിരുന്നത്. ആ 3 വേരിയബിൾസും ഇവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ എന്താണ് RF_score കൊടുക്കുന്നുണ്ട്, കോമ DT_score കൊടുക്കുന്നുണ്ട്, അഗെയിൻ കോമ knn_score കൊടുക്കുന്നുണ്ട്, സ്കോർ കൊടുക്കുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ഈ സിംഗിൾ കോട്ട്സ് ഇവിടെയായിരുന്നു അവസാനിക്കേണ്ടത്. ഓക്കെ, ദെൻ അതിന്റെ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ് നെക്സ്റ്റ് കീ വാല്യൂ പെയർ, കീന്റെ നെയിം ആണ് നമുക്ക് കൊടുക്കേണ്ടത്. അതായത് സ്കോർസ് വിത്ത് എന്താണ് kfold. ഓക്കെ, സ്കോർസ് വിത്ത് kfold കൊടുത്തിട്ടുണ്ട്. കോളൻ ലിസ്റ്റ് ഓഫ് വേരിയബിൾസിന്റെ നെയിം കൊടുക്കുക. ഇതൊക്കെയായിരുന്നു kfold_RF_score കൊടുക്കുന്നുണ്ട്, സ്കോർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ നെക്സ്റ്റ് വൺ എന്തായിരുന്നു, kfold_dt_score ഉണ്ടായിരുന്നു. ഡിസിഷൻ ട്രീ കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്തായിരുന്നു, knn ആയിരുന്നു അല്ലേ. സോ kfold_knn_score കൊടുക്കുന്നുണ്ട്. ഓക്കെ,
കേളി ബ്രാക്കറ്റ്സ് ക്ലോസ് ചെയ്തിട്ടുണ്ട്, എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പിന്നെ റൺ ചെയ്ത് നോക്കാം. സോ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഓരോ സ്കോഴ്സ് കെ ഫോൾഡ് വെച്ചിട്ടുള്ള സ്കോറും അതേപോലെ കെ ഫോൾഡ് ഇല്ലാത്ത സ്കോറും നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റും കേട്ടോ. നമുക്ക് എത്ര ഫോൾസ് നമ്മുടെ ഡാറ്റേനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ അതിൻ്റെ ഇടയിൽ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ റാൻഡം സ്റ്റേറ്റ് കൊടുത്താലും അതിൻ്റെ ഇടയിൽ വേരിയേഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ കെ ഫോൾഡ് ചെയ്ത് നോക്കുന്നത്. നോർമലി കിട്ടുന്ന വാല്യൂസും അതേപോലെ കെ ഫോൾഡ് വെച്ചിട്ട് കിട്ടുന്ന വാല്യൂസും നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റും. ഇവിടെ നമ്മൾ മീൻ വാല്യൂ കെ ഫോൾഡ് ഡി ടി അല്ലെങ്കിൽ കെ ഫോൾഡ് KNN RF ഇതിൻ്റെയൊക്കെ നമ്മൾ എന്താണ് മീൻ വാല്യൂ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സോ ആ ഒരു ഡിജിറ്റ്സിന്റെ വാല്യൂ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്ത് നോക്കാൻ പറ്റും? ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ. സോ ഇതിൽ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് എന്താണ്? നമ്മൾ നോർമലി ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ അതേപോലെ കെ ഫോൾഡ് എന്ന് പറയുന്ന നമ്മളിപ്പോൾ പറഞ്ഞിരുന്നു ഒറ്റ ഫോൾഡ് ആയിട്ട്, അതായത് സ്പ്ലിറ്റിംഗ് ആണ് നമ്മളവിടെ ചെയ്യുന്നത്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കെ ഫോൾഡ് വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഫോൾഡ് ആക്കി സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം മോഡൽ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു? ഒരു ഡാറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴുള്ള ക്രോസ് വാലിഡേഷൻ സ്കോർ ആണ് നമ്മളവിടെ ചെക്ക് ചെയ്ത് നോക്കിയത്. സോ CV ഈക്വൽസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്രോസ് വാലിഡേഷൻ സ്കോർ നമ്മൾ പാസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കിനി ഒരു സിംഗിൾ ഡാറ്റ സെറ്റ് വെച്ചിട്ട് നമുക്ക് വേറെയും ചെക്ക് ചെയ്ത് നോക്കാം. സോ കെ ഫോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഫോൾഡ് വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതാണ് ഇതിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊരു ഡാറ്റ സെറ്റ് വെച്ചിട്ട്, അതായത് നമ്മളെ ഐറിസ് ഡാറ്റ വെച്ചിട്ട് ഒരു ഐറിസ് ഡാറ്റ സെറ്റ് ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്ത് നോക്കാം. ഓക്കെ. ഈ സെയിം ഇതിലിപ്പോൾ നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുള്ള ഏതായിരുന്നു? ഈ ഡിജിറ്റ്സ് എന്ന് പറയുന്ന ഡാറ്റ വെച്ചിട്ടായിരുന്നു ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. സോ ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഡാറ്റ സെറ്റ് വെച്ചിട്ട് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുവാണ് കേട്ടോ. നമുക്ക് ഇമ്പോർട്ട്സ് ആദ്യം ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാം. ഫ്രം sklearn ഡോട്ട് ഡാറ്റാസെറ്റ്സ് ഇമ്പോർട്ട് എന്താണ് ലോഡ് അണ്ടർസ്കോർ ഐറിസ് കൊടുക്കുന്നുണ്ട്. അതേപോലെ മോഡൽ വാലിഡേഷൻ കൊടുക്കുന്നുണ്ട്. ഫ്രം sklearn ഡോട്ട് മോഡൽ അണ്ടർസ്കോർ സെലക്ഷൻ കൊടുക്കുക. ഇമ്പോർട്ട് എന്ത് കൊടുക്കാം? ട്രെയിൻ അണ്ടർസ്കോർ ടെസ്റ്റ് അണ്ടർസ്കോർ സ്പ്ലിറ്റ് കൊടുക്കുക. കോമ എന്ത് കൊടുക്കാം? ക്രോസ് വാലിഡേഷൻ സ്കോർ കോമ കെ ഫോൾഡ് കോമ സ്ട്രാറ്റിഫൈഡ് കെ ഫോൾഡ്. അതേപോലെ നമ്മളെല്ലാം ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുവാണ് കേട്ടോ. ലീവ് വൺ ഔട്ട് അതും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. then അതേപോലെ ലോജിസ്റ്റിക് റിഗ്രഷൻ ഇമ്പോർട്ട് ചെയ്യണ്ടേ. സോ അതിന് വേണ്ടിയിട്ട് sklearn ഡോട്ട് കൊടുക്കാം ലീനിയർ അണ്ടർസ്കോർ മോഡൽ ഇമ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ലോജിസ്റ്റിക് റിഗ്രഷൻ കൊടുത്തിട്ടുണ്ട്. then അതേപോലെ
ഫ്രം സ്കെലൻ ഡോട്ട് മെട്രിക്സ് ഇമ്പോർട്ട് എന്ത് കൊടുക്കുക, ആക്യുറസി സ്കോർ കൊടുക്കാം. ആക്യുറസി അണ്ടർ സ്കോർ സ്കോർ കൊടുക്കാം. ദെൻ റൺ ചെയ്യാം. ആവശ്യത്തിനുള്ളത് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഇതിൽ ടൈപ്സ് പറയുമ്പോൾ നമ്മൾ കെ ഫോൾഡ് പറഞ്ഞിരുന്നു അല്ലേ. സോ കെ ഫോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഫോൾഡായിട്ട് എന്താണ് ക്ലാസിഫൈ ചെയ്തതാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ദെൻ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നതാണ് കെ ഫോൾഡ് ക്രോസ് വാലിഡേഷൻ ഉണ്ട്. അതായത് കെ ഫോൾഡിൽ വരുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് മോഡലിൻ്റെ വാലിഡേഷൻ, അതായത് മോഡലിൻ്റെ പെർഫോമൻസ് നമ്മൾ കാണാത്ത ഡാറ്റാസിനെ സ്പ്ലിറ്റ് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായി. മോഡൽ ഒത്തിരി കോംപ്ലക്സ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ട്രെയിനിങ് ഡാറ്റയും മെമ്മറൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ക്രോസ് വാലിഡേഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ജനറലൈസേഷൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബെറ്റർ വേയിൽ ഡാറ്റേനെ ആക്സസ് ചെയ്യാൻ പറ്റും. ദെൻ മെട്രിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രെഡിക്ഷൻസ് നമ്മുടെ മോഡലിൽ ചെയ്ത് നോക്കാം. അതാണ് നമ്മളിപ്പോൾ ഇതിൽ ചെയ്യാൻ പോകുന്നത്. മോഡൽ വാലിഡേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ദെൻ നെക്സ്റ്റ് വരുന്നത് നമ്മൾ അതിൻ്റെ ടൈപ്പ് ആയിരുന്നു പറഞ്ഞത്. ഹോൾഡ് ഔട്ട് വാലിഡേഷൻ ഒരു ടൈപ്പ് നമ്മൾ പറഞ്ഞിരുന്നു. നമ്മൾ നോർമലി 1 by 1 ആയിട്ട് ചെയ്യുന്നതായിരുന്നു ഇത് ഹോൾഡ് ഔട്ട് വാലിഡേഷൻ എന്ന് പറയുന്നത്. ദെൻ കെ ഫോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കെ ഈക്വൽ പാർട്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതായിരുന്നു നെക്സ്റ്റ് പറഞ്ഞത്. അതൊന്ന് കമൻറ്റ് ചെയ്തിടാം അല്ലേ. മോഡൽ വാലിഡേഷൻ കൊടുക്കുന്നുണ്ട്. മോഡൽ വാലിഡേഷൻ ടെക്നിക്സ്. ഫസ്റ്റ് വൺ ഇതായിരുന്നു, ഹോൾഡ് ഔട്ട് വാലിഡേഷൻ ആയിരുന്നു ഫസ്റ്റ് വൺ. പറയുന്നത് സ്പ്ലിറ്റിംഗ് ഡാറ്റ ഇൻടു ട്രെയിൻ സ്ലാഷ് ടെസ്റ്റ്. അതായത് നമ്മൾ 80% ട്രെയിനിങ്ങിനും അതേപോലെ 20% ടെസ്റ്റിങ്ങിനും നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കൂലേ നോർമലി, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കെ ഫോൾഡ് ക്രോസ് വാലിഡേഷൻ ആണ് സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത്. കെ ഫോൾഡ് ക്രോസ് വാലിഡേഷനിൽ എന്താണ്, നമ്മൾ കെ ഈക്വൽ പാർട്സ് ആയിട്ട് സ്പ്ലിറ്റിംഗ് ആണ് അതിൽ ചെയ്യുന്നത്. സ്പ്ലിറ്റ് ഡാറ്റ ഇൻടു കെ ഈക്വൽ പാർട്സ്. അതായത് ഈക്വൽ പാർട്സ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫോൾഡ് തന്നെ, ഫോൾഡായിട്ട് നമ്മൾ അതിനെ മടക്കി മടക്കി വെക്കുന്ന പോലെ തന്നെ ചെയ്യുന്നതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ അവിടെ ട്രെയിനിങ് മോഡൽ കെ ടൈംസ് നമ്മൾ എത്രയാണോ ആ ഒരു ടൈം കൊടുക്കുന്നത് അതും, പിന്നെ ഡിഫറെൻറ്റ് ഫോൾഡായിട്ട് ടെസ്റ്റ് സെറ്റിനെയും ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്തെടുക്കും. ആവറേജ് പെർഫോമൻസ് ആണ് കെ ട്രയൽസ്. എത്ര കെ ട്രയൽസ് ഉണ്ടോ അതിൻ്റെ, നമ്മൾ 3 ട്രയൽസ് ആയിരുന്നു ലാസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ ചെയ്തിരുന്നത്. റാൻഡം ഫോറസ്റ്റ് ക്ലാസിഫയർ, അതേപോലെ തന്നെ ഡിസിഷൻ ട്രീ, അതേപോലെ തന്നെ KNN ക്ലാസിഫയറും ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തിരുന്നത്. സോ ആ ഒരു 3 ഫോൾഡായിരുന്നു നമ്മൾ യൂസ് ചെയ്തത്. അതുകൊണ്ടാണ് CV=3 കൊടുത്തത്. വേറെ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഇനി അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, വേരിയൻസ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈക്വൽ പാർട്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് എന്ത് പറയുന്നത്, കെ ഫോൾഡ് ക്രോസ് വാലിഡേഷൻ എന്ന് പറയുന്നത്. ഇനി തേർഡ് വൺ ഉണ്ട്, എന്താണ് സ്ട്രാറ്റിഫൈഡ് കെ ഫോൾഡ്. സ്ട്രാറ്റിഫൈഡ് കെ ഫോൾഡ് ഉണ്ട്. ക്രോസ് വാലിഡേഷൻ, സ്ട്രാറ്റിഫൈഡ് കെ ഫോൾഡ് വാലിഡേഷൻ. അതായത് കെ ഫോൾഡ് പോലെ തന്നെയാണ്, ബട്ട് ഈച്ച് ഫോൾഡും സെയിം ക്ലാസ് ഡിസ്ട്രിബ്യൂഷൻ ആണ് കൊടുക്കുന്നതെന്ന് എൻഷുർ ചെയ്യുന്നുണ്ട്. അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. സെയിം ആസ് കെ ഫോൾഡ്, ബട്ട് എന്താണ്, ബട്ട് എൻഷുവേഴ്സ് each fold has
Each fold has the same class distribution. Okay. കെ ഫോൾഡ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി എന്താണ് സെയിം ക്ലാസ് ഡിസ്ട്രിബ്യൂഷൻ ആണോ അതിൽ വരുന്നതെന്ന് ഒന്ന് എൻഷുർ ചെയ്യുന്നുണ്ട്. അതാണ് ഇതിൽ വരുന്നത് സ്ട്രാറ്റിഫൈഡ് കെ ഫോൾഡ് ക്രോസ് വാലിഡേഷനിൽ വരുന്നത്. സോ ഇമ്പോർട്ടൻസ്, അതായത് ഇംബാലൻസ്ഡ് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലംസിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ സ്ട്രാറ്റിഫൈഡ് ആണെങ്കിൽ ഇനി നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നതാണ് ഏത്, ലീവ് വൺ ഔട്ട് ക്രോസ് വാലിഡേഷൻ. ഓക്കെ, സോ ഇതാണ് നാലാമത്തെ. അതിനെ ഷോർട്ട് ഫോമിൽ LOOCV എന്നും പറയൂ കേട്ടോ. അതായത് ഇവിടെ എന്താ നടക്കുന്നത് വെച്ചാൽ ഓരോ ടെസ്റ്റ് സെറ്റിനും, അതായത് ഓരോ സാമ്പിളായിട്ട് കൺസിഡർ ചെയ്തിട്ട് ബാക്കി എല്ലാത്തിനും എന്ത് ചെയ്യും, ട്രെയിനിങ്ങിന് കൊടുക്കും. അതാണ് ഇവിടെ വരുന്നത്. ചെറിയ ഡാറ്റ സെറ്റിനൊക്കെ ആണെങ്കിൽ, കമ്പ്യൂട്ടേഷണലി എക്സ്പെൻസീവ് ആയിട്ടുള്ള ചെറിയ ഡാറ്റ സെറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഡാറ്റ വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഓപ്ഷണലാണ്. ഇത് യൂസ് ചെയ്യൽ കമ്പാരിറ്റീവ്ലി കുറവാണ് കേട്ടോ. ഒന്ന് ടൈപ്പ് ചെയ്തിടാം. ഈച്ച് ടെസ്റ്റ് സെറ്റ് ഈസ് ജസ്റ്റ് വൺ സാമ്പിൾ. ഓരോ ടെസ്റ്റ് സെറ്റ് എന്ന് പറയുന്നതും ഒരു സാമ്പിളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദെൻ റെസ്റ്റ് ഈസ് ട്രെയിനിങ് ഡാറ്റ. ബാക്കിയെല്ലാം ട്രെയിനിങ് ഡാറ്റ ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഇതാണ് 4 ടൈപ്പ് മോഡൽ വാലിഡേഷൻ ടെക്നിക്സ് വരുന്നത്. സോ അതിന് നമ്മൾ ഇവിടെ ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ട്രാറ്റിഫൈഡ് കെ ഫോൾട്ട്, ലീവ് വൺ ഔട്ട് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബിക്കോസ് ഫസ്റ്റ് വൺ നമ്മൾ ഓൾറെഡി ചെയ്ത് പ്രാക്ടീസ്ഡ് ആണ്, അതുകൊണ്ടാണ് ഫസ്റ്റ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യാത്തത്. സോ നമുക്ക് നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഡാറ്റ സെറ്റിനെ ലോഡ് ചെയ്യാം. ഓക്കെ, ഐറിസ് നമ്മൾ ഡാറ്റ സെറ്റ്, അതായത് SQL-ലുള്ള ഡാറ്റ സെറ്റ്, ഐറിസ് ഡാറ്റ സെറ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. സോ ഐറിസ് എന്ന് പറയുന്ന ഡാറ്റ ഫ്രെയിം ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ എന്ത് കൊടുക്കുന്നുണ്ട്, ലോഡ് അണ്ടർസ്കോർ ഐറിസ് കൊടുക്കുന്നുണ്ട്, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ് കൊടുക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക, എക്സ് കോമ എക്സ് അപ്പർ കേസ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ ചോയ്സ് ആണ്. എക്സ് കോമ വൈ ഈക്വൽസ് എന്ത് കൊടുക്കുക, ഐറിസ് ഡോട്ട് ഡാറ്റ ഫീച്ചേഴ്സും ടാർജറ്റ് ആയിട്ട് സ്പ്ലിറ്റിംഗ് ആണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഐറിസ് ഡോട്ട് ടാർജറ്റ് നമുക്ക് ഇതേപോലെയും നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂസിന് അസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നിങ്ങൾ ബേസിക്സ്, പൈത്തൺ ബേസിക്സ് പഠിക്കുമ്പോൾ പഠിക്കേണ്ട പോർഷൻസ് ആണ് ഇതൊക്കെ. മൾട്ടിപ്പിൾ വാല്യൂസിന് സിംഗിൾ ലൈനിൽ എങ്ങനെ ഡാറ്റാസ് അസൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്പ് ആണെങ്കിലും ഈ ഒരു ഫോർമാറ്റിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും കേട്ടോ. ദെൻ ഇത് റൺ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, മോഡലിലേക്ക് ഇനീഷ്യലൈസ് ചെയ്യാന്നുള്ളത്. നമ്മളിവിടെ ഒരു സിംഗിൾ മോഡലാണ് എടുത്തിട്ടുള്ളത്, ലോജിസ്റ്റിക് റിഗ്രഷൻ എന്ന് പറയുന്ന മോഡലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യുക, മോഡൽ ഈക്വൽസ് എന്ത് കൊടുക്കുക, ലോജിസ്റ്റിക് എന്ത് കൊടുക്കുക, റിഗ്രഷൻ കൊടുക്കുന്നുണ്ട്. ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ മാക്സ് ഐറ്റർ വേണമെങ്കിൽ കൊടുക്കാം, ഓപ്ഷണലാണ്, കമ്പൽസറി അല്ല. മാക്സ് അണ്ടർസ്കോർ ഐറ്റർ ഈക്വൽസ് ഒരു 200 കൊടുക്കുക. ദെൻ റൺ ചെയ്യുന്നുണ്ട്. ദെൻ നമ്മുടെ ഹോൾഡ് ഔട്ട് വാലിഡേഷൻ എല്ലാം നമ്മൾ ഇവിടെ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് കൊടുത്താൽ പോരെ. സോ നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ജസ്റ്റ് കമൻറ്റ് ചെയ്തിടുന്നുണ്ട്. എന്താണ്, ഹോൾഡ് ഔട്ട് വാലിഡേഷൻ, അതിൽ ഇത് കൊടുക്കുന്നുണ്ട്, എക്സ് ട്രെയിൻ കോമ എക്സ് ടെസ്റ്റ് കോമ വൈ ട്രെയിൻ കോമ വൈ ടെസ്റ്റ് ഈക്വൽസ് കൊടുക്കുക, ട്രെയിൻ അണ്ടർസ്കോർ ടെസ്റ്റ് അണ്ടർസ്കോർ സ്പ്ലിറ്റ്. ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, എക്സ് കോമ വൈ കോമ ടെസ്റ്റ് അണ്ടർസ്കോർ സൈസ് കൊടുക്കുക ഈക്വൽ 0.2 കൊടുക്കുക, കോമ റാൻഡം സ്റ്റേറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക, റാൻഡം അണ്ടർസ്കോർ സ്റ്റേറ്റ് ഈക്വൽസ് എന്ത് കൊടുക്കുക, 42 കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ലൈനിൽ മോഡലിനെ ക്രിയേറ്റ് ചെയ്യാം. എന്താണ്, പ്രിഡിക്ഷൻ ചെയ്യാമല്ലോ. മോഡൽ ഡോട്ട് പ്രിഡിക്ഷൻ അല്ല, സോറി, ഫിറ്റ്. മോഡൽ ഡോട്ട് ഫിറ്റ് കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എക്സ് ട്രെയിൻ കോമ വൈ ട്രെയിൻ കൊടുക്കുക. then അതേപോലെ തന്നെ നെക്സ്റ്റ് ലൈനിൽ വൈ അണ്ടർസ്കോർ പ്രെഡ് ഈക്വൽസ്
എന്ത് കൊടുക്കുക, മോഡൽ ഡോട്ട് പ്രെഡിക്റ്റ് കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എക്സ് ടെസ്റ്റ് കൊടുക്കുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ലൈനിൽ പ്രിന്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ ഹോൾഡ് ഔട്ട് ആക്യുറസി ചെക്ക് ചെയ്ത് നോക്കാം. ഹോൾഡ് ഔട്ട് ആക്യുറസി കോളൻ കോമ എന്ത് കൊടുക്കുക, ആക്യുറസി അണ്ടർസ്കോർ സ്കോർ ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വൈറ്റ് ടെസ്റ്റ് കോമ എന്ത് കൊടുക്കുക, വൈറ്റ് ബ്രെഡ് കൊടുക്കുക. തന്നെ ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. എന്താണ് ഇൻഡൻറ്റേഷൻ ഒക്കെ ഇവിടെ സ്പേസിങ് വന്നിട്ടുണ്ടായിരുന്നു. റൺ ചെയ്ത് നോക്കുക. ആക്യുറസി 1 ആണ് വന്നിരിക്കുന്നത്. ഇനി കെ ഫോൾ ക്രോസ് വാലിഡേഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് കെ എഫ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ കെ ഫോൾഡ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എൻ അണ്ടർസ്കോർ എന്താണ് സ്പ്ലിറ്റ്സ് ഈക്വൽസ് 5 കൊടുക്കുന്നുണ്ട് കോമ. ദെൻ എന്ത് കൊടുക്കാം, ഷഫിൾ ഈക്വൽസ് എന്ത് കൊടുക്കുക, ട്രൂ കൊടുക്കുക കോമ. റാൻഡം സ്റ്റേറ്റ് ആണ് നെക്സ്റ്റ്. സോ റാൻഡം അണ്ടർസ്കോർ സ്റ്റേറ്റ് ഈക്വൽസ് 42 കൊടുക്കുക. നെക്സ്റ്റ് കെഫ് അണ്ടർസ്കോർ എന്ത് കൊടുക്കുക, സ്കോർസ് ഈക്വൽസ് എന്ത് കൊടുക്കുക, ക്രോസ് അണ്ടർസ്കോർ വാൽ അണ്ടർസ്കോർ സ്കോർ. പിന്നെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, മോഡൽ കോമ എക്സ് കോമ വൈ കോമ സി വി ഈക്വൽസ് കെ എഫ്, അതായത് കെ ഫോൾഡിൻ്റെ അത് കൊടുക്കാം. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്രിന്റ് കൊടുക്കാം. സോ പ്രിന്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ കെ ഫോൾഡ് സി വി സ്കോർസ് കോളൻ കോമ എന്താണ് കെ എഫ് അണ്ടർസ്കോർ സ്കോർസ്. നമ്മുടെ ആ ഒരു വേരിയബിളിൻ്റെ നെയിം നമ്മൾ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് എന്ത് കൊടുക്കാം, പ്രിന്റ് കൊടുക്കാം. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കാം, ആവറേജ് കെ ഫോൾഡ് ആക്യുറസി കോളൻ കോമ എന്ത് കൊടുക്കാം, കെ എഫ് അണ്ടർസ്കോർ സ്കോർസ് ഡോട്ട് കൊടുക്കാം, മീൻ ഫംഗ്ഷൻ കൊടുക്കാം. ദെൻ ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇതാണ് കെ ഫോൾഡിൻ്റെ വരുന്നത്. ഈ ഒരു ഫോമാറ്റ് ക്രോസ് വാലിഡേഷൻ എന്ന് പറയുന്നത് കൊടുക്കുന്നുണ്ട്. മോഡലിൻ്റെ നെയിം കൊടുക്കുന്നുണ്ട്. കോമ എക്സ് കോമ വൈ കൊടുക്കുന്നുണ്ട്. ദെൻ സി വി ഫോൾഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ കെ എഫ് കൊടുത്തേക്കുന്ന വാല്യൂസ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ദെൻ ഹൈപ്പർ പാരാമീറ്റേഴ്സ് ആയിട്ട് എൻ സ്പ്ലിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഷഫിൾ ട്രൂ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ സ്പ്ലിറ്റ്സിൻ്റെ കൗണ്ടാണ് 5 കൊടുത്തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഇത് സെക്കൻഡ് വൺ. ഇത് എന്താണ് സ്ട്രാറ്റിഫൈഡിൻ്റെ എക്സാമ്പിൾ ആണ്. സ്ട്രാറ്റിഫൈഡ് കെ ഫോൾഡ് ക്രോസ് വാലിഡേഷൻ. സോ ഇത് സെക്കൻഡ് വൺ നമ്മൾ സ്ട്രാറ്റിഫൈഡ് കെ ഫോൾഡ് വാലിഡേഷൻ ആണ് ഇത് വരുന്നത്. ദെൻ ആ ഒരു 5 വാല്യൂസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. 1 2 3 4 5. ഓക്കെ. ദെൻ അതിൻ്റെ ആക്യുറസി 0.957 എന്നുള്ള രീതിക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് തേർഡ് വൺ നമ്മൾ ചെയ്ത് നോക്കി. ഇത് ഹോൾഡ് ഔട്ട്, അതേപോലെ കെ ഫോൾഡ് ഇവിടെ ചെയ്തു. സോറി, സ്ട്രാറ്റിഫൈഡ് ഇത് കെ ഫോൾഡ് ആണ് കേട്ടോ, സോറി. സോ ഇത് കെ ഫോൾഡ് ക്രോസ് വാലിഡേഷൻ ആണ് നമ്മളിപ്പോൾ ചെയ്തത്. നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നതായിരുന്നു സ്ട്രാറ്റിഫൈഡ്. ഓക്കെ. സോ പേസ്റ്റ് ചെയ്യാം. കെ ഫോൾഡ് എന്ത് ചെയ്യാം, ക്രോസ് വാലിഡേഷൻ കൊടുക്കണം. ഓക്കെ. ദെൻ നെക്സ്റ്റ് ലൈനിൽ ഇത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ടൊരു ഒബ്ജക്റ്റ് എസ് കെ എഫ് ഈക്വൽസ് സ്ട്രാറ്റിഫൈഡ് കെ ഫോൾഡ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, എൻ സ്പ്ലിറ്റ്സ് കൊടുക്കുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. ഞാൻ ഇന്നത്തേക്ക് തൽക്കാലം കോഡ് മാത്രം ചെയ്യുന്നത് മാത്രം. എൻ സ്പ്ലിറ്റ്സ് ഈക്വൽസ് 5 കൊടുക്കുന്നുണ്ട് കോമ എന്ത് കൊടുക്കുക,
ഷഫിൾ ഈക്വൽസ് എന്ത് കൊടുക്കുന്നുണ്ട്, ട്രൂ കൊടുക്കുന്നുണ്ട്, കോമ റാൻഡം സ്റ്റേറ്റ്, റാൻഡം അണ്ടർസ്കോർ സ്റ്റേറ്റ് ഈക്വൽസ് 42 കൊടുക്കുന്നുണ്ട്. അതേപോലെ എസ് കെ എഫ് അണ്ടർസ്കോർ സ്കോർസ് ഈക്വൽസ് എന്ത് കൊടുക്കാം, ക്രോസ് അണ്ടർസ്കോർ വാൽ അണ്ടർസ്കോർ സ്കോർസ്, ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ മോഡൽ കോമ എക്സ് കോമ y കോമ സി വി ഈക്വൽസ് എസ് കെ എഫ്. ദെൻ നെക്സ്റ്റ് പ്രിന്റ് എന്ത് കൊടുക്കാം, സ്ട്രാറ്റിഫൈഡ് കെ അണ്ടർസ്കോർ ഫോൾഡ് കൊടുക്കുക, സി വി സ്കോർസ് കോളൻ ഇതിനൊരു കോമ കൊടുക്കുന്നുണ്ട്, എന്ത് കൊടുക്കാം, എസ് കെ എഫ് അണ്ടർസ്കോർ സ്കോർസ് കൊടുക്കുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ലൈനിൽ നെക്സ്റ്റ് പ്രിന്റും കൂടി കൊടുക്കുന്നുണ്ട്. ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് എന്ത് കൊടുക്കുക, ആവറേജ് സ്ട്രാറ്റിഫൈഡ് accuracy colon space ഇടാം, then comma skf underscore scores dot mean കൊടുക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ്, then റൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ഇവിടെ എസ് കെ എഫ് സ്കോറിൻ്റെ അവിടെ ഡിഫൈൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എസ് കെ എഫ് സ്കോഴ്സ് ആണ്, അതാണ് വിഷയം. അപ്പോൾ ആറി കഴിഞ്ഞിട്ട് രസം കൂടെ കൊടുക്കുക, then റൺ ചെയ്ത് നോക്കാം. ഓക്കെ, സോ സാറ്റിസ്ഫൈഡ് കെ ഫോൾഡ് വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ലീവ് വൺ ഔട്ട് ക്രോസ് വാലിഡേഷൻ നമുക്ക് നെക്സ്റ്റ് ഡേ ചെയ്യാം. സോ ഇത്രയും വരെ ഒന്ന് ചെയ്ത് നോക്കുക. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ഡേ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. താങ്ക് യു.